തൃശൂർ പാലക്കാട് ദേശീയപാതയിലൂടെയുള്ള സർവീസ് മറ്റന്നാൾ മുതൽ നിർത്തിവെക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചു. വാഹനം ഓടിക്കാൻ കഴിയാത്ത വിധം റോഡ് തകർന്നിട്ടും അധികൃതർ കുഴിയടക്കാൻ പോലും തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനമെടുത്തത്. മണ്ണുത്തിയിൽ നിന്നും അമ്പിളിയുടെ റിപ്പോർട്ട്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ മണ്ണുത്തിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ഈ വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങി പോകുന്നതും ഗതാഗത കുരുക്കുമൊക്കെ എന്നും വലിയ രൂക്ഷമായിട്ടിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ? ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. കാരണം ഓരോ ദിവസങ്ങളും വളരെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ദിനം പ്രതി 10-15 വണ്ടികൾ കേടാവുകയും വണ്ടികൾ കംപ്ലൈൻ്റ് ആവുകയും ഇതിലോടുന്ന ബസ്സുകാർക്ക് ഇതിലെ ഓടാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയും അവർ 1-ാം തീയതി മുതൽ അവർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിൽ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ വഴിക്ക് പോകാൻ പറ്റാതെ വരുന്നൊരവസ്ഥയാണ് വരുന്നത്. ചേട്ടാ, ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചേക്കാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു എന്താ പറയുക, ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇതിൽ പറയുന്നത് സമരം ന്യായമായിട്ടുള്ള സമരമാണ്. ഈ 1-ാം തീയതി മുതൽ നടത്താൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമരമാണ് അവർ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നിരവധി വാഹനങ്ങളുടെ ലീഫ് ഒടിയുകയും ഒരു ലീഫിന് 2000 മുതൽ 2800 രൂപ വരെ വിലമതിക്കുന്ന ലീഫുകൾ വലിയ വാഹനങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് വാഹനങ്ങൾക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു സമരം ന്യായമായ സമരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഒരു ഓട്ടോയിലെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഭയങ്കര ഇവിടെ നോക്കിയാൽ തന്നെയാ, ഈ മണ്ഡലത്തിലല്ല ഈ ജില്ലകളിലൊക്കെ കുഴികളാണ് കംപ്ലീറ്റ്. മുക്കി തുടക്കുന്ന ഗതികളാണ് മനുഷ്യന്. ഓട്ടോയില് യാത്ര എന്നിട്ട് തണ്ടല് വേദന തന്നെ യാത്ര ചെയ്യുമ്പോ വേറെ ഒന്നുമില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ യാത്രയൊക്കെ? ഭയങ്കര സുഖമാണ് യാത്ര ഇവിടുത്തെ. കാരണം അത് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. കാരണം അത്രമാത്രം ഒരു നിലയ്ക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ ഈ റോഡിൻ്റെ അവസ്ഥ. ഭരണാധികാരികൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു രീതിയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ടാക്സ് അടച്ചാണ് എല്ലാ വണ്ടികളും ഓടുന്നത്. അതാ ഇപ്പോൾ നമുക്ക് തത്സമയം ഒരു വണ്ടി കുഴിയിൽ പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. നാട്ടുകാർ ചേർന്ന് ഈ വണ്ടി കുഴിയിൽ നിന്ന് ഉയർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയേക്കാണ്. ഈ ദേശീയപാതയിലെ ശോചനീയാവസ്ഥ ഇത്രയധികം രൂക്ഷമായിരുന്നതിനുള്ള തെളിവ് തന്നെയാണ് ഈ കാഴ്ച. ഇതൊക്കെ നിത്യൊരു സംഭവമാണ്. ഇതൊക്കെ അല്ല, ഇതൊന്നും ചെയ്യുന്നതല്ല. നിരന്തരം രാത്രി പാതിരിക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പല വണ്ടികളും ഇതേപോലെ സമയത്തോടെ താഴാടുന്നു. പല വണ്ടികളും പോലീസ് വരും തിരിഞ്ഞു നോക്കാറുണ്ട് സമയങ്ങൾ.